പ്രിയമുള്ളവരെ, ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഓർമ്മച്ചപ്പിൽ കാലിഫോർണിയ ഗേൾസ്, അതാണ് ഇന്ന് പറയാനുള്ളത്. കാലിഫോർണിയ എല്ലാവർക്കും അറിയാം, അമേരിക്കൻ ഐക്യനാടുകളിലെ ഒരു സംസ്ഥാനമാണ്. അതായത് പടിഞ്ഞാറൻ തീരത്ത് പസഫിക് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനം. ഏറ്റവും കൂടുതൽ ജനവാസമുള്ള അമേരിക്കയുടെ സംസ്ഥാനം കൂടിയാണ് കാലിഫോർണിയ. ഏതാണ്ട് 3.94 കോടി ജനങ്ങൾ അവിടെ വസിക്കുന്നുണ്ട്, ഈ കഴിഞ്ഞ 2024 കണക്കുപ്രകാരം. പക്ഷേ ഇന്ന് നമുക്ക് പറയാനുള്ളത് കാലിഫോർണിയ ഗേൾസാണ്. ഇത് ബീച്ച് ബോയ്സ് എന്ന അമേരിക്കൻ റോക്ക് ബാൻഡിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഗാനമാണ് കാലിഫോർണിയ ഗേൾസ്. ഈ ഗാനം രചിച്ചിരിക്കുന്നത് ബ്രയാൻ വിൽസണും മൈക്ക് ലഫുമാണ്. രണ്ടുപേരാണ് ഈ ഗാനം രചിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലോകത്തെമ്പാടുമുള്ള സ്ത്രീജനങ്ങൾക്കായി അവരെ വിലമതിക്കുന്ന ഗാനമാണ് കാലിഫോർണിയ ഗേൾസ്. കാലിഫോർണിയ ഗേൾസ് അതിൻ്റെ രചന പറഞ്ഞു. ഇത് അമേരിക്കയുടെ അല്ലെങ്കിൽ ഇത് രചിച്ചിട്ടുള്ള ബ്രയാൻ വിൽസൺ പറയുന്നത് ഗാനം ഉടലെടുക്കുന്നത് വൈകാരികമായിട്ടുള്ള സംഭവങ്ങളിലൂടെയാണ് ഗാനം ഉടലെടുക്കുന്നതെന്നും മാത്രമല്ല, വൈകാരികത മാത്രമല്ല, ദുഃഖവും വേദനയും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഗാനം ഉടലെടുക്കുന്നതെന്നും, ഇവിടെ കാലിഫോർണിയ ഗേൾസ് ഉടലെടുത്തത് യുവത്വത്തിന് വേണ്ടിയാണ്, യുവാക്കൾക്ക് വേണ്ടിയാണ്. ലോകമെമ്പാടുമുള്ള യുവാക്കൾക്ക് വേണ്ടി, യുവത്വത്തിന് വേണ്ടി ആണിത് ഈ ഗാനം രചിച്ചിട്ടുള്ളത്. ഇത് ബീച്ച് ബോയ്സിൻ്റെ ദേശീയ ഗാനവും അതോടൊപ്പം തന്നെ സ്ത്രീ സമത്വത്തിനും വേണ്ടിയുള്ള ഒരു ഗാനം. നമുക്കറിയാം, കാലിഫോർണിയ എന്ന് പറയുന്നത് അമേരിക്കൻ ഐക്യനാടുകളുടെ ഒരു പരിപ്രേക്ഷ്യമാണ്. അതായത് ഈ കാലിഫോർണിയ സംസ്ഥാനത്താണ് സാൻ ഫ്രാൻസിസ്കോ, ലോസ് ഏഞ്ചലസ് എന്നീ സ്ഥലങ്ങളുള്ളത്. നമുക്കറിയാം, ലോസ് ഏഞ്ചലസിലാണ് ഹോളിവുഡ് ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നത്. ഈ കഴിഞ്ഞിടയ്ക്ക് അവിടെ കാലിഫോർണിയയിൽ അഗ്നിബാധ ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ആൾനാശമൊന്നും ഉണ്ടായില്ല. കുറച്ച് കെട്ടിടങ്ങളാണ് അവിടെ നശിച്ചിട്ടുള്ളത്. അപ്പോൾ കാലിഫോർണിയ ഗേൾസ് എന്ന് പറയുന്നത് ഒരു ഗാനമാണ്. ഈ ഗാനത്തെ അധികരിച്ചുകൊണ്ട് ഒത്തിരി ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോക്ക് ആൻഡ് റോൾ ഡാൻസും ഒക്കെയുള്ള അത് ലോകത്തെമ്പാടും വ്യാപിച്ചിരിക്കുകയാണ്. ഇതാണ് ഇന്ന് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.